ഡിയർ ഫ്രണ്ട്സ്, സോ നമ്മൾ ഇന്ന് ഒരു വ്യത്യസ്ത സ്ഥലം കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അത് മറ്റൊരിടവുമല്ല, ഇറ്റ്സ് ജാക്ക് ഫ്രൂട്ട് പാരഡൈസ്. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അതൊരു ചക്ക പറുദീസയാണ് കേട്ടോ. അപ്പൊ ആ പറുദീസയിലേക്ക് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി യാത്ര എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ തൊടുപുഴ, മൂവാറ്റുപുഴ അല്ലെങ്കിൽ എറണാകുളം പോലുള്ള ഭാഗങ്ങളിൽ നിന്നാണ് വരുന്നതെങ്കിൽ തൊടുപുഴ പാലാ റൂട്ടിൽ നമ്മൾ യാത്ര ചെയ്തിട്ട് അവിടുന്ന് കുറിഞ്ഞി എന്നൊരു ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷനിൽ വെച്ച് നമ്മൾ കുറിഞ്ഞി രാമപുരം റൂട്ടിലേക്ക് മാറുക. ഇനി ആ റൂട്ടിൽ പോയി രാമപുരം കഴിഞ്ഞ ശേഷം ചക്കാമ്പുഴ എന്നൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്താണ് ഈ പറയുന്ന ജാക്ക് ഫ്രൂട്ട് പാരഡൈസ് എന്ന ഈ ലോകം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അങ്ങോട്ടാണ് നമ്മൾ ഇന്ന് പോവുക. അവിടെ ചെന്നിട്ട് നമുക്ക് വെറൈറ്റി ഓഫ് ജാക്ക് ഫ്രൂട്ട് സാപ്ലിങ്സ് ഉണ്ട്, ട്രീസ് ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് അവിടെ പോയി പരിചയപ്പെടാം. അത് മാത്രമല്ല, നമുക്ക് ആ ജാക്ക് ഫ്രൂട്ട് പാരഡൈസിന്റെ ഓണർ ഒരു ചേട്ടനുണ്ട്. ഒരു അടിപൊളിയാണ് കേട്ടോ ചേട്ടൻ. ആ ചേട്ടനെ കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, സോ ലെറ്റ്സ് സീ. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് കട്ടക്കയം ജാക്ക് ഫ്രൂട്ട് പാരഡൈസിലാണ്. അപ്പോൾ അവിടെയാണ് നമ്മളിന്ന് കാണാൻ വേണ്ടി പോകുന്നത്. സോ ലെറ്റ്സ് സീ. ഇതാണ് കേട്ടോ അവിടുത്തെ ബോർഡാണ്. അപ്പോൾ അവിടെ മൊബൈൽ നമ്പർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ള ആൾക്കാർക്ക് എഴുതിയെടുക്കാം. ഇഷ്ടം പോലെ വെറൈറ്റി ഓഫ് പ്ലാവിൻ തൈകളുണ്ട് കേട്ടോ ഇവിടെ. ഇതിങ്ങനെ പരന്ന് കിടക്കുവാണ് നഴ്സറി. ഇതാണ് നമ്മുടെ ജാക്ക് ഫ്രൂട്ട് പാരഡൈസിൻ്റെ എല്ലാമായ തോമസ് ചേട്ടൻ. ചേട്ടനുമായിട്ട് എനിക്കൊരു അഭിമുഖം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്കത് സാധിച്ചില്ല. പക്ഷേ അദ്ദേഹത്തോടൊപ്പം എനിക്കൊരു സെൽഫി എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹമാണ് കേട്ടോ ഈ പറയുന്ന നഴ്സറിയുടെ എല്ലാമായ തോമസ് ചേട്ടൻ. ഓക്കെ, ഇനി ഇദ്ദേഹത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് വരുവാണെങ്കിൽ 2015 നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന റബ്ബറുകളെല്ലാം മാറ്റിയിട്ട് നഴ്സറി ആരംഭിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ പാഷനായിരുന്നു ജാക്ക് ഫ്രൂട്ട് നഴ്സറി സ്റ്റാർട്ട് ചെയ്യണമെന്ന്. എന്തായാലും ആ വെഞ്ചർ അടിപൊളിയായിട്ട് വിജയിച്ചു. 100-ൽ പരം ജാക്ക് ഫ്രൂട്ടിൻ്റെ ഇനങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പം നമുക്കൊന്ന് ഓടിപ്പോയി ചുറ്റി ഒന്ന് അടിപൊളിയായിട്ട് കണ്ടിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. ഫാമിലെ ചേച്ചിയാണ്, തൈ കൊണ്ട് വരുന്നതാണ് ഈ കാണുന്നത്. അപ്പം നമുക്കിതിനകത്ത് കയറി ഒന്ന് കാണാം ഇവിടെ എന്തെല്ലാം ഉള്ളതെന്ന് കേട്ടോ. അപ്പം നമ്മുടെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. സോ ലെറ്റ്സ് ബിഗിൻ. വാവ്, ഇത് റിയൽ പാരഡൈസ് തന്നെ. ഈ നിൽക്കുന്ന എല്ലാം ജാക്ക് ഫ്രൂട്ട് ട്രീ സാപ്ലിങ്സ് ആണ് ഈ നിൽക്കുന്നത് കേട്ടോ. എല്ലാം അടിപൊളിയായിട്ടുണ്ട്, അടിപൊളി. ഇതൊക്കെ ഓരോ വെറൈറ്റി ആണ് നിൽക്കുന്നുണ്ട്. ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജാക്ക് ഫ്രൂട്ട് ട്രീ സാപ്ലിങ്സ് ഉണ്ട്. പ്ലാവിൻ തൈകളാണ് കേട്ടോ. ഇങ്ങനെ ഈ പ്രദേശം മൊത്തം ഇങ്ങനെ കിടക്കുവാണ് കേട്ടോ. ഈ ഭാഗങ്ങളെല്ലാം ഈ പറഞ്ഞ പോലെ ഇങ്ങനെ കിടക്കുന്നതാണ്. ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വെള്ളം വിട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ പൈപ്പ് എല്ലാം വെച്ചിട്ട് വെള്ളം വിട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. അടിപൊളി 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 അടിപൊളി. സോ ഫ്രണ്ട്സ്, നമ്മൾ ഇവിടുന്ന് ഈ കുഞ്ഞു തൈകൾ ഇരിക്കുന്ന ഭാഗത്ത് നിന്ന് നമ്മൾ ഇത് കുറച്ചുകൂടെ വളർന്ന് ഇപ്പോൾ ജാക്ക് ഫ്രൂട്ട് ഉണ്ടായി കിടക്കുന്ന ഫാം കാണിച്ചു തരാം. അപ്പൊ അങ്ങോട്ട് നമ്മൾ മൂവ് ചെയ്യാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ കുഞ്ഞു തൈകൾ പാകമായി കഴിയുമ്പോൾ ദേ ഇങ്ങനെയാണ് നിൽക്കുക കേട്ടോ. ഞാൻ ജാക്ക് ഫ്രൂട്ട് ഉണ്ടായി കിടക്കുന്ന കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് ജസ്റ്റ് ട്രീസ് കാണിച്ചു തരുന്നത് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് 2 years ഒക്കെ ആയ ട്രീസ് ആണ് കേട്ടോ. നല്ല അടിപൊളി ലുക്കാണ്. ഒന്നാമത് ഇപ്പൊ ഇങ്ങനെ സൂര്യൻ നേരെ അടിക്കുകയാണ്. അപ്പൊ അതിന്റെയാണ് ഇത്രയും ഒരു ഗ്ലാമറും കൂടെ. അപ്പൊ ഓക്കെ, നമുക്ക് ജാക്ക് ഫ്രൂട്ട് കിടക്കുന്ന എങ്ങനെയാന്ന് കാണാം. സോ ഫ്രണ്ട്സ്, നമ്മൾ ഈ കല്ലുകൾ കൊണ്ട് പണിത സ്റ്റെപ്സ് ഒക്കെ കടന്ന് പോവുകയാണ്. നമ്മുടെ ജാക്ക് ഫ്രൂട്ട് കാണാനായിട്ട് പോകുന്നതാണ് കേട്ടോ. ഓക്കെ, ദേ ജാക്ക് ഫ്രൂട്ട് കിടക്കുന്നു. വാവ്, കണ്ടോ? വെറും 1.5 വർഷം ആയതേ ഉള്ളൂ. അപ്പൊ തന്നെ നല്ല അടിപൊളി പഴുത്ത ജാക്ക് ഫ്രൂട്ട് ആണ് കിടക്കുന്നത്. നോക്ക് എന്തൊരു മുട്ടനാന്ന് കണ്ടോ. വാ, ഇങ്ങനെ ഇഷ്ടം പോലെ ജാക്ക് ഫ്രൂട്ട് ട്രീസ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ പ്രദേശം മൊത്തം ജാക്ക് ഫ്രൂട്ട് ട്രീസ് ആണ്. നോക്കിക്കേ, അതിന്റെ ജസ്റ്റ് എന്റെ ചോട്ടിൽ കണ്ടു കഴിഞ്ഞാൽ കണ്ടോ. കാണിച്ചുതരാം. അതേ കിടക്കുന്നു. വാവ്, ജാക്ക് ഫ്രൂട്ട് കിട്ടു.
അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ചക്കസ്വർഗ്ഗമൊക്കെ കണ്ടിട്ട് വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഞങ്ങൾ അവിടെ നിന്ന് പോന്നപ്പോൾ ഒരു 3-4 തൈയൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ വാങ്ങിയ തൈയുടെ വെറൈറ്റി എന്ന് പറയുന്നത് കംബോഡിയൻ ഉണ്ട്, വിയറ്റ്നാമീസ് ഉണ്ട്, അതുപോലെ തന്നെ ഓൾ സീസൺ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് 3 എണ്ണം വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ടായിരുന്നു, നമ്മൾ കണ്ടതാണല്ലോ. പക്ഷെ അതൊന്നും വാങ്ങിയില്ല. ഇത് 3 എണ്ണമാണ് വാങ്ങിയത്. ഇതിൻ്റെ ഒരു 3-4 തൈ വാങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്ക് പല പല സ്ഥലത്തോടെ നടാനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇപ്പോൾ ഈ വീഡിയോയിലൊക്കെ പറയില്ലേ, ട്രൈ ചെയ്ത് നോക്കുക എന്ന് പറയുന്ന പോലെ ഒരു വെറൈറ്റി ട്രൈയിങ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഈ തൈകളൊക്കെ ഒന്ന് വാങ്ങിച്ച് വെച്ച് നോക്കുക. കാരണം എന്താണ്, ഇത് വേറുള്ള കാര്യം ട്രൈ ചെയ്യുന്ന പോലെയല്ല. 2 വർഷം വേണ്ട, 1 വർഷം കഴിയുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ചക്ക പറിക്കാം, ഞം 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 കഴിക്കാം. അപ്പോൾ ബൈ ബൈ.